പുരാതന കാലത്തെ മന്ത്രധ്വനികളുടെ ഉറവിടത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ തുണികളിൽ നെയ്തെടുത്ത കാലാതീതമായ സത്യങ്ങൾ ശ്രവിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം നിയമങ്ങളുടെ പൊടിപിടിച്ച ചുരുളല്ല, മറിച്ച് ആത്മാവിൻ്റെ ജ്ഞാനത്തിലേക്കുള്ള യാത്രയെ പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയാണ്. അത് 2 പാതകളെക്കുറിച്ച് സംസാരിക്കുന്നു: ജ്ഞാനിയുടെ വഴിയും ഭോഷന്റെ വഴിയും. ജ്ഞാനി വിനയത്തോടെ നടക്കുന്നു, ഒരു മറഞ്ഞിരിക്കുന്ന നിധി തേടുന്നത് പോലെ അറിവ് തേടുന്നു. എന്നാൽ ഭോഷൻ ഇരുട്ടിൽ അലഞ്ഞു നടക്കുന്നവനാണ്. അജ്ഞതയെ ഒരു കൂട്ടുകാരനായും അഹങ്കാരത്തെ ഒരു പരിചയായും അവൻ സ്വീകരിക്കുന്നു. ഇതാ, ജീവിതം ഒരു ഉദ്യാനമാണ്. നിങ്ങൾ വിതയ്ക്കുന്ന വിത്തുകൾ നിങ്ങൾ കൊയ്യുന്ന വിളവിനെ നിർണയിക്കുന്നു. നിങ്ങൾ ദയ വിതച്ചാൽ അതിൻ്റെ ഫലം സമാധാനമായിരിക്കും. നിങ്ങൾ ഉത്സാഹം വളർത്തിയാൽ നിങ്ങളുടെ കലവറകൾ സമൃദ്ധിയാൽ നിറയും. എന്നാൽ നിങ്ങൾ അലസതയുടെയും വഞ്ചനയുടെയും വിത്തുകൾ എറിഞ്ഞാൽ നിങ്ങളുടെ വയലുകൾ മുള്ളുകളും ദുഃഖവും മാത്രമേ നൽകൂ. നാവ് ഒരു കപ്പലിനെ സുരക്ഷിതമായ തുറമുഖത്തേക്ക് നയിക്കാനോ പാറകളിൽ തകർക്കാനോ കഴിയുന്ന ഒരു ചുക്കാൻ പോലെയാണ്. ഒരു മൃദുവായ വാക്കിന് ഒരു മുറിവിനെ സുഖപ്പെടുത്താൻ കഴിയും. അതേസമയം ഒരു പരുഷമായ വാക്കിന് സഹോദര ബന്ധത്തിൻ്റെ കെട്ടുപാടുകളെ തന്നെ കീറിമുറിക്കാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ സംസാരം ഒരു തൈലം പോലെയും നിങ്ങളുടെ മൗനം ഒരു അഭയസ്ഥാനം പോലെയും ആയിരിക്കട്ടെ. ഈ മഹത്തായ ലോകത്തിൻ്റെ അരങ്ങിൽ 2 സ്ത്രീകൾ മനുഷ്യരുടെ ആത്മാക്കളെ വിളിക്കുന്നു. ഒരാൾ ജ്ഞാനമാകുന്ന സ്ത്രീയാണ്. അവൾ കവലകളിലും ഉയർന്ന സ്ഥലങ്ങളിലും നിൽക്കുന്നു. അവളുടെ ശബ്ദം വ്യക്തവും മുഴക്കവുമുള്ളതാണ്. നിങ്ങളെ അവളുടെ വിവേകത്തിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. അവൾ ചിതലും തുരുമ്പും നശിപ്പിക്കാത്ത സമ്പത്ത് വാഗ്ദാനം ചെയ്യുന്നു: അറിവ്, വിവേകം, മനസ്സമാധാനം. അവളെ അറിയുക എന്നത് സ്വർണത്തേക്കാൾ വലിയൊരു നിധി സ്വന്തമാക്കുക എന്നതാണ്. മറ്റൊരാൾ ഭോഷത്വമാകുന്ന സ്ത്രീയാണ്. അവൾ നിഴലുകളിൽ പതിയിരിക്കുന്നു. അവളുടെ ക്ഷണം ക്ഷണികമായ സന്തോഷത്തിൻ്റെയും മോഷ്ടിക്കപ്പെട്ട അപ്പത്തിൻ്റെയും ഒരു വഞ്ചനാപരമായ മന്ത്രധ്വനിയാണ്. അവളുടെ വീട് ഒരു കെണിയാണ്. വളരെ കുറച്ചുപേർ മാത്രം തിരികെ വരുന്ന ഒരു ശൂന്യമായ ദേശത്തിലേക്കുള്ള ഇറക്കമാണ്. അവളുടെ വിളിക്ക് ചെവി കൊടുക്കുക എന്നത് ദുഃഖത്തിലും നാശത്തിലും അവസാനിക്കുന്ന ഒരു പാത സ്വീകരിക്കുക എന്നതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം പഠിപ്പിക്കുന്നത് യഹോവയോടുള്ള ഭയം ഒരു വിറയലുള്ള ഭീതിയല്ല, മറിച്ച് ഒരാഴമായ ബഹുമാനമാണ്. അത് അറിവിൻ്റെ ആരംഭം തന്നെയാണ്. ഈ ബഹുമാനത്തിലാണ് പഠിക്കാനുള്ള വിനയം, നന്മ ചെയ്യാനുള്ള ആഗ്രഹം, സത്യസന്ധതയോടും ലക്ഷ്യത്തോടെയും ജീവിക്കുന്നതിലാണ് യഥാർത്ഥ ജീവിതം കണ്ടെത്തുന്നത് എന്ന ആത്യന്തികമായ തിരിച്ചറിവും അടങ്ങിയിരിക്കുന്നത്. ഇത് ആത്മാവിൻ്റെ ഉയർച്ചയ്ക്കുള്ള ഒരു വഴികാട്ടിയാണ്. നീതിയും അർത്ഥപൂർണവുമായ ജീവിതത്തിൻ്റെ പാതയിലേക്കുള്ള ഒരു വിളക്കാണ്.